മാവിൻ തൈയിലെ 80% കായകളും കൊഴിഞ്ഞു പോകുന്നു. ബാക്കിയുള്ളവ പുഴു ബാധിച്ച് കേടാകുകയും ചെയ്യുന്നു. പത്തനാപുരത്തു നിന്ന് N. ഗോപിനാഥൻ പിള്ളയുടെ ചോദ്യം. ഉത്തരം: മാവിന്റെ കായ് പൊഴിച്ചിൽ നിരന്തര പ്രശ്നമാണ്. അനുകൂലമല്ലാത്ത കാലാവസ്ഥ, ആന്ത്രാക്നോസ് പോലുള്ള രോഗങ്ങൾ, ഹോപ്പർ, മീലിമുട്ട തുടങ്ങിയ കീടങ്ങൾ എന്നിവയെല്ലാം അമിതമായ കായ് കൊഴിച്ചിലിന് ഇടയാക്കും. യഥാസമയമുള്ള രോഗകീട നിയന്ത്രണത്തോടൊപ്പം കായ് പൊഴിച്ചിൽ തടയാൻ നാഫ്തലിൻ അസറ്റിക് ആസിഡ് NaA എന്ന ഹോർമോൺ 30 മില്ലിഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കായ് പിടിച്ച് 2 ആഴ്ചയാകുമ്പോൾ കുലകളിലും കായ്കളിലും നന്നായി വീഴും വിധം തളിക്കണം. കേരളത്തിൽ ഈ ഹോർമോൺ ലായനി കായ് പിടിച്ചതിനു ശേഷം നിശ്ചിത വീര്യത്തിൽ 3 തവണ തളിച്ചപ്പോൾ വിളവ് വർദ്ധിക്കുന്നതായും കണ്ടിട്ടുണ്ട്. ഇതിനു പകരം പൊട്ടാസ്യം നൈട്രേറ്റ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നാഫ്തലിൻ അസറ്റിക് ആസിഡിന് പകരം തളിക്കുകയുമാവാം. ഇവ കായ് പൊഴിച്ചിൽ കുറയ്ക്കുകയും ഉൽപാദനം കൂട്ടുകയും ചെയ്യും. കായീച്ചയാണ് മാമ്പഴപ്പുഴുവിന് കാരണം. ഇത് തടയാൻ കായ് പിടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മീഥൈൽ യൂജിനോൾ ഫിറമോൺ കെണി വെക്കണം. ഒരു മരത്തിന് 4 എന്ന തോതിൽ തുളസിക്കെണി മാവ് പൂക്കുന്നതു മുതൽ വിളവെടുപ്പ് വരെ മാസത്തിലൊരിക്കൽ വെക്കുന്നതും നല്ലതാണ്. 0.1% മാലത്തിയോൺ എന്ന കീടനാശിനി, 10% ശർക്കരയും 1 ലിറ്റർ വെള്ളവും ചേർത്ത് മാവിൽ നന്നായി തളിക്കാം. ഇതേ ലായനി വെള്ളം ചേർക്കാതെ കട്ടിയിൽ 2 ആഴ്ചയിലൊരിക്കൽ കായ്ക്കുന്ന സമയം മരത്തിൽ തേച്ചു പിടിപ്പിക്കുകയും ചെയ്യാം. ഈച്ച കുത്തി താഴെ വീണഴുകുന്ന കായകളും അപ്പോൾ അവിടെ നിന്ന് മാറ്റി നശിപ്പിക്കുകയും വേണം. അഴുകിയ മാമ്പഴത്തിൽ നിന്ന് പുഴുക്കൾ സമാധി കൂടുന്നത് മണ്ണിലാണ്. ഇവയെ നശിപ്പിക്കാൻ ബ്യുവേറിയ ബാസിയാന എന്ന മിത്രകുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. മൂത്ത് വിളവെടുത്ത കായകൾ 52 ഡിഗ്രി ചൂടുള്ള വെള്ളത്തിൽ 20 മിനിറ്റ് നേരം മുക്കി വെക്കുന്നത് മാങ്ങയുടെ തൊലിക്കടിയിൽ കടന്നുകൂടിയിട്ടുള്ള കായീച്ചയുടെ മുട്ടകളെ നശിപ്പിക്കും. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക്